നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് വഷളച്ചീരയെയാണ്. ബേസലേസിയ കുടുംബാംഗത്തിൽപ്പെടുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം ബേസല്ല റൂബ്ര എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ പോതകി, ഉപോദിക, മലവ എന്നൊക്കെയാണ് നാമധേയങ്ങളുള്ളത്. 10 മീറ്ററോളം നീളത്തിൽ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു വള്ളി സസ്യമാണിത്. ഇതിൻ്റെ ഇലത്തണ്ടിനും ഇലയുടെ അരികത്തും പർപ്പിൾ നിറം കാണാൻ സാധിക്കും. ഹൃദയാകാരമാണ് ഇതിൻ്റെ ഇലയ്ക്കുള്ളത്. അത് ഒന്നിടവിട്ടിട്ടാണ് തണ്ടുകളിൽ വിന്യസിച്ചിരിക്കുന്നത്. ഇതിൻ്റെ തണ്ടിൽ നിന്നും ധാരാളം ഉപശാഖകൾ വളർന്നു പിടിക്കാറുണ്ട്. അതുപോലെ ഇതിൻ്റെ ഇലഞ്ഞരടിയാൽ ഒരു വഴുവഴുപ്പുള്ള പദാർത്ഥം വരും. ഇതിൻ്റെ തണ്ടും ഇലയും ആണ് ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ. പിങ്ക് കലർന്ന വെള്ള നിറത്തിലുള്ള ഇതിൻ്റെ പൂക്കൾ തണ്ടിൻ്റെ അറ്റത്ത് കൂട്ടമായി കാണപ്പെടുന്നു. കടും പർപ്പിൾ നിറം തന്നെയാണ് ഇതിൻ്റെ ഫലത്തിനുമുള്ളത്. സ്വരസം നിറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഫലത്തിന് പയറിൻ്റെ ആകൃതിയാണുള്ളത്. 6 മുതൽ 7 വരെ pH ഉള്ള മണ്ണിലാണ് ഇത് കൂടുതലായി വളർന്നു വരാറുള്ളത്. ധാരാളം സൂര്യപ്രകാശം ഇതിൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. ഇതിൻ്റെ തണ്ടും ഇലയുമാണ് ആഹാരമായി ഉപയോഗിക്കാറുള്ളത്. ഫിലിപ്പീനുകളുടെ എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് സൂപ്പായും ബാജിയായും കറിയായും ഒക്കെ ഉപയോഗിച്ചു വരും. ചൈനീസുകൾ ഇതിൻ്റെ ഇലകൾ കൂടുതലായും ചായയിലാണ് ഉപയോഗിച്ചു വരാറുള്ളത്. ഇതിൻ്റെ ഇലയാണ് ഔഷധയോഗ്യമായ ഭാഗം. വൈറ്റമിൻ എ, സി, അയൺ, പ്രോട്ടീൻ, അതുപോലെ തന്നെ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ വഷളച്ചീര അല്ലെങ്കിൽ വംശളച്ചീര എന്ന് പറയും. അതൊരു ഒരു ചീര വംശത്തിൽപ്പെട്ട ഒരു പ്രത്യേക ഒരു ചീര, അതാണ് അതിൻ്റെ അർത്ഥം. ആ വംശളച്ചീര പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു നല്ല ഒരു ആഹാരമാണ്. അതിൽ പോഷകസമൃദ്ധമായൊരു ശാകം എന്ന് പറയുക. കറിയിൽ വരുമ്പോൾ നമ്മൾ ആയുർവേദത്തിൽ ശാകം എന്ന് പറയും. അതിൽ ഈ ആൻറ്റി ഓക്സിഡൻറ്റുകൾ, വൈറ്റമിൻസ് ധാരാളമുള്ള ഒരു ശാകമാണ് ഈ വംശളച്ചീര എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട അതാണ് ഈ ശരീരം ക്ഷീണിച്ചിരിക്കുക, ഈ പോഷകം വേണ്ട സമയത്ത് മറ്റുള്ള രോഗങ്ങൾ ഉള്ള ആൾക്കാർ, ഔഷധമൊക്കെ കഴിച്ചിരിക്കുന്ന ആൾക്കാർ, ഈ ശരീരം രോഗക്ലിഷ്ടത എന്ന് പറയും. ഈ രോഗം കൊണ്ടോ ധാരാളം ഈ ഔഷധം അങ്ങനെ അതുപോലെ ക്യാൻസർ, അങ്ങനെ കീമോതെറാപ്പി ഇതെല്ലാം കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് ദിവസേന അരച്ചിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കഴിക്കുക. അല്ലെങ്കിൽ ഇത് കഷായം ഇതിൻ്റെ ഒരു ചാറെടുത്തിട്ട് ദിവസേന ഒരു 1 ഔൺസ് കഴിക്കുക. എന്നാൽ പെട്ടെന്ന് ക്ഷീണം മാറിയിട്ട് ശരീരം പുഷ്ടിപ്പെടും. പിന്നെ ഈ കുട്ടികൾക്ക് ഈ ഒരു ഇക്തിയോസിസ് ഒരു രോഗം, ഈ കുട്ടികളുടെ സ്കിന്നൊക്കെ ഇങ്ങനെ വിണ്ട് കീറിയിരിക്കുക. വലിയ ആൾക്കാർക്ക് ഈ ജര വരികയെന്ന് പറയും. അങ്ങനെ ഈ ജര വരുന്ന കണ്ടീഷൻ, ഡ്രൈ സ്കിന്ന്, ഇതിനെല്ലാം ഇത് അരച്ച് കൽക്കമാക്കി ശരീരത്തിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കുളിച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിട്ട് മൂപ്പിച്ച വെളിച്ചെണ്ണ തേക്കുക വെച്ചാൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ്.